ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് അടിപൊളിയായ ഒരു സ്നാക്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഹെൽത്തി ആയിട്ട്. അപ്പോൾ ചക്ക കൊണ്ടാണ് നമ്മൾ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. ചക്ക പൊക്കോട എന്ന് പറയും. അപ്പോൾ ഇതുവരെ ആരും ഇങ്ങനെ ഒരു റെസിപ്പി ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നല്ല നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്തതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയുന്നത്, ഈ വീഡിയോ ഒന്ന് ഇഷ്ടമായ ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിലോട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ആദ്യം കുറച്ച് ഗോതമ്പ് പൊടിയാണ് വേണ്ടത്. അപ്പോൾ കടലമാവ് ഉണ്ടെങ്കിൽ കടലമാവ് എടുക്കാം, പക്ഷേ ഇവിടെ കടലമാവൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ മിക്കവാറും ഗോതമ്പ് പൊടി തന്നെയാണ് എല്ലാം ചെയ്യാറ്. അതാണ് ഏറ്റവും നല്ലതും ഹെൽത്തി അതാണ്. അപ്പോൾ ഞാൻ എല്ലാം നാച്ചുറലായിട്ട് തന്നെ എടുക്കണേ. അപ്പോൾ അതിൻ്റെ ഒപ്പം ഒരു നുള്ളു ഉപ്പ് ഇട്ടാ, ചെറുതായിട്ട് ലേശം മധുരം ബാലൻസ് ചെയ്യാനാണ് ഉപ്പ് വേണം. അതേപോലെ ഞാൻ വലിയുള്ളി, സബോള, കറിവേപ്പില, പച്ചമുളക് ഇത് മൂന്നും അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിട്ട് കൊടുത്തു. പിന്നെ മെയിൻ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ആയ ചക്കയാണ് നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പിന്നെ കുട്ടികൾക്ക് എന്താ പറയുക, ഇന്ന് എന്താ സ്നാക്സ് ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് സങ്കടപ്പെട്ടിരിക്കുന്നു ആലോചിച്ചിട്ട്. അപ്പോഴാണ് അടുത്ത വീട്ടിലൊരു അമ്മായി ലേശം ഞാൻ മഞ്ഞപ്പൊടിയും ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കൂടി നമുക്ക് മിക്സ് ചെയ്യാം. ലേശം കേട്ടോ, നന്നായി മിക്സ് ചെയ്യണം. ലേശം വെള്ളം ഒഴിക്കണം. അത് നമുക്ക് മിക്സ് ചെയ്തിട്ട് നമുക്ക് നോക്കിയിട്ട് വെള്ളം ഒഴിക്കാം കേട്ടോ. അത് മിക്സ് ചെയ്തിട്ട് പോരെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ എവിടെ പറഞ്ഞു നിർത്തിയത്? ചക്ക. അപ്പോൾ ചക്ക തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് വെട്ടി നോക്കിയപ്പോൾ നല്ല മധുരമുണ്ട് കേട്ടോ. ചെറിയ പീസാണ് അവർ തന്നത്. അപ്പോൾ അതിൽ ചുളയൊക്കെ പെടുത്തി വെച്ചപ്പോൾ ലേശം കുറച്ച് ചുളയേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇത് കുട്ടികൾക്ക് സ്കൂളിൽ വിട്ട് വരുമ്പോൾ കൊടുത്താൽ 4 ആളും കൂടി പിണങ്ങും. അത് ഉറപ്പാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പിണങ്ങും കേട്ടോ. അപ്പം അതുകൊണ്ട് ഞാൻ ഇതുകൊണ്ട് എന്തുണ്ടാക്കാം, ഈ ചക്ക കൊണ്ട് ഇങ്ങനെ ആലോചിച്ചു. കുറേ നേരം ആലോചിച്ചു. ചക്ക അട ഉണ്ടാക്കിയാലോ അങ്ങനെ എന്നൊക്കെ ആലോചിച്ചു. പിന്നെ തേങ്ങ വേണ്ട, തേങ്ങൻ്റെ വിലയ്ക്ക് ഇപ്പോൾ തേങ്ങ ഇല്ലാതെ എന്തുണ്ടാക്കാം എന്ന് ആലോചിച്ചു. എന്നാൽ പിന്നെ ആവി പിടിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ എന്നാലും ഇതുണ്ടാക്കാന്ന് പറഞ്ഞ് കുറേ ആലോചിച്ച ശേഷം നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലൊന്ന് ഉള്ളിപ്പക്കോട അല്ലേ ഉണ്ടാക്കാമെന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. അപ്പം ആദ്യം ചക്ക ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, ചക്ക ഉള്ളിയൊക്കെ ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നന്നായി കുഴച്ച് ഒന്ന് ജസ്റ്റ് ഒന്നും ഈ പൊക്കവട ഉണ്ടാക്കാനുള്ള മാവ് രൂപത്തിലായിട്ടില്ല. അപ്പം ലേശം ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പാലുണ്ടെങ്കിൽ പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇവിടെ വെള്ളമാണ്, നമ്മൾ സാധാ നോർമൽ വാട്ടറാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പാലൊക്കെ ഒഴിച്ചു കൊടുത്താൽ നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ. അപ്പം അതൊന്നും നമ്മുടെ കയ്യിൽ ഒഴിച്ചു കൊടുക്കാനില്ല. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് നമ്മളെ പോലെയുള്ള ഒരു വെള്ളം തന്നെയല്ലേ ഇത് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കുട്ടികൾക്കൊക്കെ കഴിക്കാൻ കൊടുത്തപ്പോൾ ഭയങ്കര ഇഷ്ടമായി. ആദ്യമായിട്ട് ഞാൻ അവർക്ക് ഇങ്ങനത്തെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കണം. ഞാനും കഴിക്കുന്നത് സത്യം പറയില്ല ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെയൊന്ന് കഴിച്ചു നോക്കിയത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതൊക്കെ നന്നായി ഒന്ന് കൈകൊണ്ട് നന്നായി കുഴച്ച്, നമ്മൾ ഗോതമ്പ് പൊടിയാണല്ലോ. അപ്പോൾ പിന്നെ വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ടൊന്ന്, എനിക്കൊരു 1/2 ഗ്ലാസ്സോളം വെള്ളം വേണ്ടി വന്നു. 1 ഗ്ലാസ്സല്ല, 1/2 ഗ്ലാസിൻ്റെ മീതെ ഒരു 3/4 ഗ്ലാസ്സോളം വെള്ളം കുറച്ച് ആവശ്യം വേണ്ടി വന്നു. എന്നിട്ടിത് നന്നായി കുഴച്ച് ഒരു ഇതാവുന്ന വരെ കുഴച്ചിട്ട് നമുക്കിത് അടച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒരു അരമണിക്കൂറോളം ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചു. അതിൽ കൂടുതൽ നേരം വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ചീഞ്ചട്ടിയിൽ നമ്മൾ എണ്ണ ഒഴിച്ച് നന്നായി ചൂടായ ശേഷം ചെറിയ ബോളുകളായിട്ട് നമുക്ക് ഏത് ആകൃതിയിലാണോ വേണ്ടത് നമുക്ക് പരത്തിയിട്ടാക്കണേ അങ്ങനെ ആക്കാം. കൈവച്ച് അട പോലെ പരത്തിയിട്ടിട്ട് കൊടുക്കാം. ഞാൻ ചെറുതായിട്ട് ബോളുകളാക്കി, കാരണം പരത്തിയിട്ടൊക്കെ അട പോലെ ആക്കുകയാണെങ്കിൽ എണ്ണ ഒരുപാട് ചിലവാകും. അപ്പോൾ ഞാൻ ലേശം കുറച്ച്, നിങ്ങൾക്ക് കാണാമല്ലോ, ഞാൻ അധികം ഒന്നും എണ്ണ ഒഴിച്ചിട്ടില്ല. ലേശം ഒഴിച്ചു കൊടുത്തിട്ട് ഈ എണ്ണയിൽ തന്നെ ഇത് മതിയായി കേട്ടോ. ഞാൻ കൂടുതൽ ചേർത്തില്ല. അപ്പോൾ ലേശം എണ്ണ ഒഴിച്ചു കൊടുത്ത് അത് എണ്ണ ചൂടായപ്പോൾ ഇങ്ങനെ കുറേ ബോളുകളാക്കിയിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് മൊരിയണ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. പിന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനലൊന്ന് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചാനലൊന്ന് കൂട്ടാക്കണേ. അതേപോലെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ എനിക്ക് എവിടെ എത്താൻ പറ്റില്ല കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് ഇങ്ങനെ അപേക്ഷിക്കണമെന്ന് എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മുടെ എന്താ പറയുക, പൊക്കവട നന്നായി ഒരു ഭാഗം മൊരിഞ്ഞിട്ടുണ്ട്, കാണുമ്പോൾ തന്നെ അറിയാലോ. അപ്പോൾ നമുക്കത് ഇനി തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. നന്നായി തിരിച്ച് 2 സൈഡും മൊരിഞ്ഞ്, ഒരുപാട് കരിയാനും പറ്റില്ല, എന്നാൽ ഒരുപാട് വേവാതിരിക്കാനും ലൈറ്റ് മഞ്ഞ കളറാവാൻ പറ്റില്ല. ഏകദേശം ഒരു മുരിഞ്ഞ് വരുമ്പോൾ കേട്ടോ, ബ്രൗൺ കളറാകുമ്പോൾ നമുക്കത് എടുക്കണം. അപ്പോൾ നന്നായി കളറൊക്കെ മാറിയിട്ടുണ്ട് അല്ലേ, കാണുമ്പോൾ തന്നെ അറിയാലോ. നല്ല മണം വരുന്നുണ്ട് ചക്കയുടെ. അപ്പോൾ നന്നായി മൊരിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനത് ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ.
നിറയെ നമുക്ക് കൂടുതൽ ഓയിൽ ഒഴിച്ചു കഴിഞ്ഞാൽ, എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടാണെങ്കിൽ നമുക്ക് നിറയെ എടുക്കാം, പൊരിച്ചെടുക്കാം. ഇത് ഞാൻ കുറച്ച്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടാണ് ഞാൻ ചെയ്തത്. അപ്പോൾ ഇനി കുറച്ചും കൂടി ഇത്ര മാവുണ്ടായിരുന്നു, അപ്പോൾ അത് നമുക്ക് പൊരിച്ചെടുക്കണം. അങ്ങനെ എല്ലാതും പൊരിച്ചെടുത്തു കഴിഞ്ഞു. നല്ല മണവും ഉണ്ടായിരുന്നു, പിന്നെ നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ. അതാ തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാമല്ലോ, നല്ല സോഫ്റ്റ് ആയിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ ടേസ്റ്റും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പോൾ ഇനി നിങ്ങൾക്ക് അഥവാ ചക്ക കിട്ടുകയാണെങ്കിൽ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കിയാൽ മാത്രം പോരാ, അതെങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് വേണ്ടത്, വേറെ ഒന്നുമല്ല. അപ്പോൾ കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോൾ ഇങ്ങനെ സ്നാക്സ് ഉണ്ടാക്കി കൊടുത്തിട്ട് പിന്നെ ഒരു ഗ്ലാസ് ചായ, കട്ടൻ ചായയാണ് ഏറ്റവും നല്ലത് കേട്ടോ ഇതിൻ്റെ ഒപ്പം കഴിക്കുക. അപ്പോൾ അതും, അല്ലെങ്കിൽ ചട്നി ഇല്ലേ, തേങ്ങ ചമ്മന്തി കൂട്ടി കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതും നല്ല ടേസ്റ്റ്. ഒത്തിരി തേങ്ങ ചമ്മന്തി കട്ടിയോടുകൂടി അരച്ചിട്ട് അതിൽ മുക്കി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. നമ്മുടെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ചാനൽ സപ്പോർട്ട് ചെയ്യുക. ബൈ.